ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനഹൂമിൽ എത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. മുകളിലുള്ള സുവിശേഷ വായനയിൽ യേശു വിനയത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും മഹത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും അഗാധമായ ജ്ഞാനം നൽകുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ആസന്നമായ ത്യാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു നിഗൂഢത അവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ പിരിമുറുക്കത്തിനിടയിൽ സമയത്തെ മറികടക്കുന്ന ഒരു പാഠം യേശു വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചത് എന്ന് ചോദിക്കുന്നു. നാണിച്ച് അവർ നിശബ്ദരാകുന്നു, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അവർ തർക്കിക്കുകയായിരുന്നു. ഈ നിമിഷം പിടിച്ചെടുത്ത് യേശു ഇരുന്നു. 12 പേരെയും വിളിച്ചു. ആദ്യം ആകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തേതും എല്ലാവരുടെയും ദാസനും ആയിരിക്കണം. പദവിയും അധികാരവും കൊണ്ട് പലപ്പോഴും ഭ്രമിക്കുന്ന ഒരു ലോകത്ത് യേശു കഥ മറച്ചിടുന്നു. യഥാർത്ഥ മഹത്വം വിനയത്തിലും സേവനത്തിലുമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു കൊച്ചുകുട്ടിയെ കൈകളിലെടുത്തുകൊണ്ട് അദ്ദേഹം ഇത് ചിത്രീകരിക്കുന്നു. ഈ ചെറിയ കുട്ടികളിൽ ഒരാളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഈ ശക്തമായ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടോ നാം ശേഖരിക്കുന്ന അംഗീകാരങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കാനുള്ള നമ്മുടെ കഴിവാണ് നമ്മുടെ മൂല്യം അളക്കുന്നത്. ബാലസമാനമായ വിനയം സ്വീകരിക്കാനും ഓരോ വ്യക്തിയിലും മൂല്യം കാണാനും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കാനും അത് നമ്മെ വിളിക്കുന്നു. ആത്മാർത്ഥമായ സേവന ജീവിതം നയിക്കാൻ ഇന്നത്തെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. മറ്റുള്ളവരെ ഉയർത്താനുള്ള അവസരങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം യേശുവിൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു. മഹത്വത്തിനായുള്ള ഓട്ടം പലപ്പോഴും ഭിന്നതയിലേക്കും അതൃപ്തിയിലേക്കും നയിച്ചേക്കാവുന്ന ഒരു ലോകത്ത് വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാത തിരഞ്ഞെടുക്കുക. എന്തെന്നാൽ മറ്റുള്ളവരെ സേവിക്കുന്നതിലാണ് നാം യഥാർത്ഥ നിവൃത്തി കണ്ടെത്തുന്നതും യേശു ഉദാഹരിച്ച ദൈവിക ഉദ്ദേശവുമായി നമ്മെ തന്നെ യോജിപ്പിക്കുന്നതും. നാം എല്ലാവരും ദൈവത്തോടുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടും പ്രതിബദ്ധതയോടും കൂടി നമ്മുടെ ജീവിതം നയിക്കേണ്ടതുണ്ട്.
കൂടാതെ നമ്മൾ പരസ്പരം നല്ല മാതൃകകളും പ്രചോദനങ്ങളും ആകുന്നതിനായി നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും യോഗ്യമായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണം. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും ക്രൈസ്തവ വിശ്വാസത്തിനും പ്രബോധനങ്ങൾക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട മഹാപുരോഹിതനും ദൈവദാസനുമായ വിശുദ്ധ ക്രിസ്റ്റഫർ മഗലനേസിൻ്റെ തിരുനാളും ഇന്ന് സഭ ആഘോഷിക്കുന്നു. പരീക്ഷണങ്ങളും പീഡനങ്ങളും നേരിടുമ്പോൾ അത് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചു. വിശുദ്ധ ക്രിസ്റ്റഫർ മെക്സിക്കോയിലേക്ക് ക്രിസ്ത്യാനികളാകാനുള്ള വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പുരോഹിതനായി ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഏകദേശം 100 അതിലധികമോ വർഷങ്ങൾക്ക് മുമ്പ് സഭയോടും വിശ്വാസത്തോടും വിരോധമുള്ളവർ ആധിപത്യം പുലർത്തിയിരുന്ന സർക്കാർ പ്രവർത്തികൾ ചെയ്യുകയും നിർബന്ധിക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന നിയമങ്ങൾ വിശ്വാസികളെ പരസ്യമായി പീഡിപ്പിക്കുകയും പ്രത്യേകിച്ച് പുരോഹിതന്മാരും വിശുദ്ധ ക്രിസ്റ്റഫർ മഗ്ലനെ പോലെയുള്ള പുരോഹിതന്മാരും സെമിനാരികളും മറ്റ് സഭാസ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. സെൻറ്റ് ക്രിസ്റ്റഫർ മഗ്ലനെ പോലുള്ള ചില വൈദികർ സഭയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ രഹസ്യ സെമിനാരികളിൽ പൗരോഹിത്യ രൂപീകരണം തുടർന്നു. സഭയ്ക്കെതിരായ ഈ കഠിന പെരുമാറ്റങ്ങളെല്ലാം ക്രിസ്റ്റോ യുദ്ധം എന്നറിയപ്പെടുന്ന സഭയുടെ പിന്തുണക്കാരും എതിരാളികളും തമ്മിലുള്ള തുറന്ന കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി. വിശ്വാസികളിൽ പലരും വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. കുറച്ചു പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ചിലർ സഭയോട് ശത്രുത പുലർത്തുന്നവരാൽ വിചാരണ കൂടാതെ വധിക്കപ്പെട്ടു. വൈദികർക്കും മറ്റുള്ളവർക്കും എതിരായുള്ള തുറന്ന പീഡനങ്ങളുടെ കാലത്ത് പ്രവർത്തിക്കുന്ന കത്തോലിക്ക വൈദികൻ എന്ന നിലയിൽ തൻ്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന നിരവധി ഭീഷണികളും അപകടങ്ങളും അവഗണിച്ച് തൻ്റെ ജീവൻ പണയപ്പെടുത്തി വിശ്വാസികളുടെ ശുശ്രൂഷയിൽ തുടരുന്ന വിശുദ്ധ ക്രിസ്റ്റഫർ മഗ്ലൻ നേരിട്ട വിധി ഇതായിരുന്നു. വിശ്വാസികളുടെ അംഗങ്ങൾ അവൻ വധിക്കപ്പെടാൻ പോകുമ്പോൾ തന്നെ പീഡിപ്പിക്കുന്നവരോടും നടത്തിപ്പുകാരോടും അവൻ ക്ഷമിച്ചു. അവൻ തനിക്കെതിരെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ അവർക്ക് പാപമോചനവും പോലും നൽകി. ആ വിശുദ്ധ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ഉദാഹരണങ്ങളിലൂടെ നാം എല്ലാവരും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ സ്വാർത്ഥ ആഗ്രഹങ്ങളിലും അല്ല, മറിച്ച് കർത്താവിലും അവൻ്റെ ഹിതത്തിലും ഊന്നൽ നൽകുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നല്ല മാതൃകകളും പ്രചോദനങ്ങളും ആകാൻ നമ്മുടെ ജീവിതത്തിൽ പരമാവധി ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം കർത്താവിലുള്ള വിശ്വാസം യഥാർത്ഥമായി പ്രകടിപ്പിക്കുകയും കർത്താവിനെ പോലെ സ്നേഹം നിറഞ്ഞവരായിരിക്കുകയും വേണം. നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് സ്നേഹം നിറഞ്ഞവനാണ്. നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കാനും നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് തുടരാനും പ്രത്യേകിച്ച് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുന്നവരുമായി എത്തിച്ചേരാനും കഴിയുന്നത് ചെയ്യാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് തുടർന്നും നമ്മെ സഹായിക്കുകയും നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അവൻ്റെ പാതയിൽ കൂടുതൽ വിശ്വസ്തയോടെ നടക്കാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം നമ്മുടെ സഹോദരന്മാരോട് ആത്മാർത്ഥമായ സ്നേഹത്തോടെയും കരുതലോടെയും ലൗകിക മഹത്വവും അധികാരവും പ്രശസ്തിയും തേടാതെ സമ്പത്തും അഭിലാഷങ്ങളും പകരം മറ്റുള്ളവരെ കർത്താവിൻ്റെ പാതയിലേക്ക് നയിക്കാനും അവൻ്റെ സത്യവും സുവാർത്തയും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കൂടുതൽ ആളുകളോട് പ്രഘോഷിക്കുവാൻ കഴിയുന്നത്ര മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധീരനായ വിശുദ്ധ ക്രിസ്റ്റഫർ മഗ്ലനെയും രക്തസാക്ഷിത്വത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ സഖാക്കളെയും പോലെയുള്ള തൻ്റെ വിശുദ്ധരുടെ എല്ലാ മാതൃകകളുടെ നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.